മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാര ലബ്ധിയുടെ നിറവിൽ നിൽക്കുന്ന താരമാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പത്രത്തിൻ്റെ മാതൃഭൂമി പത്രത്തിൻ്റെ സീനിയർ ചീഫ് ഫോട്ടോഗ്രാഫർ ടി.കെ. പ്രദീപ് കുമാറിനോടാണ്. ഒട്ടനവധി ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ പകർത്തിയ ഒരു വ്യക്തി കൂടിയാണത് അല്ലേ? ഒട്ടനവധി ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഒക്കെ തന്നെ. എങ്ങനെയായിരുന്നു അനുഭവങ്ങൾ? ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും മാതൃഭൂമിയുടെ യാത്രാ മാഗസിൻ്റെ കവർ ഷൂട്ട് ഇടാൻ വേണ്ടി മൂന്നാറിൽ വെച്ച് ശ്രീകാന്ത് കോട്ടക്കലിനൊപ്പം പോയപ്പോൾ അന്നത്തെ മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സത്യനന്ദിക്കാടിൻ്റെ പടത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് നമ്മൾ ഈ കവർ എടുക്കുന്നത്. ഒരു ചെറിയൊരു തോടുണ്ട്, ആ തോട് മുറിച്ച് കടക്കുന്ന വെള്ളത്തിൻ്റെ നടുക്കിൽ നിൽക്കുന്ന ഒരു പടമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ തോട് മുറിച്ച് ലാലേട്ടൻ പാൻറ്റൊക്കെ പൊക്കി വെച്ച് തോട് മുറിച്ച് കടന്നു. ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്തു. പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് 2-3 അട്ട കടിച്ചിരിക്കുകയാണ് കാലയിൽ. അപ്പോൾ ഞാനാകെ വല്ലാതായി പോയി, കാരണം ബ്ലഡൊക്കെ വരുന്നത്. അപ്പോൾ പുള്ളിക്ക് പക്ഷേ അതൊന്നും പ്രശ്നമില്ല. പുള്ളി അത് അപ്പോൾ തന്നെ മറ്റേ ആളുകളെ കൂടി വന്ന് ആട്ടയൊക്കെ എടുത്ത് കളഞ്ഞു. അങ്ങനെ അതാണ് ആദ്യത്തെ അനുഭവം. അത് കഴിഞ്ഞ് പിന്നെ യാത്രയ്ക്ക് വേണ്ടി തന്നെ പല പ്രാവശ്യം കൊച്ചി കായലിൽ ഒരു ഷൂട്ട് നടത്തി. പിന്നെ നവോദയ അപ്പച്ചൻ അദ്ദേഹത്തിന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഷൂട്ട് ചെയ്ത ക്യാമറ ലാലേട്ടന് കൊടുത്തു. അപ്പോൾ ആ ചിത്രം എടുക്കാൻ ഞാൻ വേണ്ടി പോയി. പിന്നെ വളരെ ഒരു മറക്കാനാവാത്ത കാര്യം, ലാലേട്ടൻ്റെ ഒരു ഡബ്ബിങ്, ഞാൻ ലാലേട്ടനോടൊപ്പം തന്നെ ഡബ്ബിങ് തിയേറ്ററിൽ നിന്ന് ആ ഡബ്ബിങ് കാണാൻ സാധിച്ചു. ഒരു മറ്റേ സംസ്കൃത ആൽബത്തിന് വേണ്ടി ലാലേട്ടൻ സംസ്കൃതത്തിൽ ഡബ്ബ് ചെയ്യുന്നു. അത് ഡബ്ബിങ് തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ലാലേട്ടനൊപ്പം ഒന്ന് കാണാൻ പറ്റി. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഖമാണ് ലാലേട്ടനോട് ഫോട്ടോ എടുക്കാൻ, ലാലേട്ടനെ ഫോട്ടോ എടുക്കാൻ. കാരണം നമുക്ക് ഒരു ഡിസ്റ്റർബൻസ്, ഒരു ബുദ്ധിമുട്ടുണ്ടായി തരില്ല. നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഏതാണെന്ന് പോലും ലാലേട്ടൻ ചോദിക്കില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു. അതോടൊപ്പം ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ട്, അതായത് കാണട്ടെ മോനെ എന്ന് വന്ന് അടുത്ത് വന്ന് നോക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും അത് ലാലേട്ടൻ നോക്കും ഫോട്ടോ. പക്ഷേ ഇന്ന പടം കൊടുക്കാനൊന്നും ലാലേട്ടൻ പറയില്ല. നമ്മൾ എടുത്ത പടങ്ങളൊക്കെ ലാലേട്ടനെ കാണിച്ചു കൊടുക്കും. പുള്ളി ഓരോന്നും നോക്കി ഒരു അഭിപ്രായം. ഒരിക്കലും ഒരു പടം പോലും മോശമാണെന്നൊരു അഭിപ്രായം ലാലേട്ടൻ പറയില്ല. എല്ലാം നല്ല പടമാണ്, ഇതെല്ലാം നല്ല പടം, അതും നല്ല പടമാണ്, എല്ലാം നല്ല പടം എന്ന് മാത്രമേ ലാലേട്ടൻ പറയാറുള്ളൂ. ആ ഒരു ക്രൈസ് അപ്പോഴും അല്ലേ, ഒരു പുതിയതിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്വര എപ്പോഴും നിലനിൽക്കുന്ന ഒരു എനർജി പ്രവഹിപ്പിക്കുന്ന ഒരു നടനാണ്. അത് തീർച്ചയായിട്ടും. കാരണം നമ്മളെ ഒരു വിശ്വാസമുണ്ട് ലാലേട്ടന്. അത് ഫോട്ടോഗ്രാഫേഴ്സിന് പൊതുവേ ഒരു വിശ്വാസമുണ്ട് ലാലേട്ടൻ. അവർ നല്ല, കാരണം അത് ലാലേട്ടൻ പറയുന്ന കാര്യം, എൻ്റെ പടം ഏറ്റവും നന്നാവണമെന്ന് എന്നെക്കാളും കൂടുതൽ ആഗ്രഹം നിങ്ങൾക്കല്ലേ, അപ്പോൾ പിന്നെ ഞാനത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറയും. പിന്നെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് നല്ല അസാധ്യമായ അറിവുള്ള ആളാണ് ലാലേട്ടൻ. ശരിക്കും ഓരോ ഫോട്ടോഗ്രാഫി എക്യുപ്മെൻസിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ലാലേട്ടൻ നല്ല അറിവുണ്ട്. പക്ഷെ പുള്ളി അതങ്ങനെ പറയാറൊന്നുമില്ല. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അറിയാം. ലൈറ്റപ്പും എല്ലാം പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യും അല്ലേ, ആ ഒരു ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഒരു മുഷിപ്പും കൂടാതെ അല്ലേ? ഒരു മുഷിപ്പില്ലെന്ന് പറഞ്ഞാൽ ഒരു മുഷിപ്പില്ല. 100 അനുഭവങ്ങൾ പറയാൻ അതിനകത്ത്. പക്ഷെ നമ്മൾ സമയം കുറവ് നമുക്ക് പറയാൻ പറ്റില്ല. പുള്ളിക്ക് എത്ര റിസ്ക് വേണമെങ്കിലും എടുക്കും. നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ എത്ര റിസ്ക് വേണമെങ്കിലും എടുക്കും. അത് പടം എടുത്തു കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, അത് നമ്മൾ റിസ്ക് ആയിരുന്നില്ലേ അതെടുത്ത് എന്നൊക്കെ പറയും. പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇന്നവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ലാലേട്ടൻ്റെ. എന്തായാലും ആ അനുഭവമാണ് നമ്മളോടൊപ്പം ഫോട്ടോഗ്രാഫർ കൂടിയായിട്ടുള്ള ടി.കെ. പ്രദീപ് കുമാർ പങ്കുവച്ചത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് അനുഭവം ഓരോരുത്തർക്കുമുണ്ട്. എന്തായാലും നമ്മളൊക്കെ തന്നെ അക്ഷമരായി കാത്തു നിൽക്കുകയാണ് മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ആ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ രാവിലെ കേട്ടതാണ് അദ്ദേഹം വന്ന ഘട്ടത്തിൽ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ നിൽക്കുകയാണ് നമ്മളല്ലേ. കാരണം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമില്ലേ. കാരണം ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷം, മലയാളികൾക്കും പ്രത്യേകിച്ച്. എന്തായാലും ലാലേട്ടൻ എല്ലാവിധ ആശംസകളും. ലാലേട്ടൻ അല്പസമയത്തിനകം ഇവിടെ വരുമെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ലാലേട്ടനെ കാണാൻ വേണ്ടി. അപ്പോൾ മാധ്യമപ്രവർത്തകർ മാത്രമല്ല മുഴുവൻ കേരളക്കരയാകെ കാത്തിരിക്കുകയാണ്. മലയാള മണ്ണിലേക്ക് ആ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എത്തിയിരിക്കുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം മലയാളത്തിലേക്ക് വരുന്ന ഒരു പുരസ്കാരവും കൂടിയാണ്. അടുത്ത ദിവസം അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്യും. അദ്ദേഹം എല്ലാവർക്കുമായി സമർപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും എടുത്തു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. പ്രേക്ഷക മനസ്സിലേക്ക് കടന്നിറങ്ങിയ ചിത്രങ്ങൾ, അങ്ങനെ ഏവരും അദ്ദേഹത്തെ അനുകരിക്കുന്ന ശൈലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേഷപ്പകർച്ചകളൊക്കെ തന്നെ കണ്ട് നമ്മളൊക്കെ കൈയടിച്ചിട്ടുള്ള കൗമാരവും അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ എണ്ണമറ്റ ചിത്രങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്ന ഘടകം. അതോടൊപ്പം തന്നെ ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതാണ് ഇപ്പോൾ പ്രദീപ് കുമാർ പങ്കുവച്ചത്.